ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ പണി ഏകദേശം ഫുള്ള് വാൻ ലൈഫിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഫുള്ളായിട്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. യാത്ര ചെയ്യുന്ന ടൈമിലോ അല്ലാതെ വിശ്രമിക്കുന്ന ടൈമിലൊക്കെ സുഖമായിട്ട് ഇതിൽ ഒരു തണലുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാം. ഇവിടെ കുറച്ച് ഫാനും ലൈറ്റും കാര്യങ്ങളും അതിൻ്റെ കുറച്ച് വർക്കും കൂടി ബാക്കിയുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ വൈകാതെ തന്നെ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഉടനടി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ചാനൽ പുതുതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മളിന്ന് പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഫുൾ സെറ്റപ്പ് എങ്ങനെയൊക്കെയാണ്, ഇതിൽ ഒരു മൾട്ടി പർപ്പസ് വാഹനമായതുകൊണ്ട് എങ്ങനെയാണ് നമുക്കിതിൽ യാത്ര ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാം, കിടന്ന് യാത്ര ചെയ്യാം, ഇതിന് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്, എല്ലാം നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒന്ന് ഒറ്റ നോട്ടത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിനുള്ള വർക്ക് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് നോക്കാം. Holy bro.
ബെഡായില്ലേ? ഉണ്ടാക്കി സുഖമായിട്ട് കിടന്നത് ആരില്ല.
ഈ കാണുന്ന സംഭവം സ്റ്റോറേജാണ്. ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മുന്നത്തെ സീറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് മറക്കണം. എന്നിട്ട് വേണം ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റോറേജായി. നമ്മൾ ഗ്യാസ് സിലിണ്ടർ, അതുപോലെ തന്നെ സ്റ്റൗവ്, കാര്യങ്ങൾ, പാത്രം, ബെഡ്ഷീറ്റ് എല്ലാം അതിൽ സെറ്റാക്കി. നമ്മളെ സ്റ്റോറേജിൽ ഫുള്ള് സ്പേസ്, ഗ്യാസ് സിലിണ്ടർ മുതൽ നമുക്ക് ഒരുവിധം എല്ലാ സംഭവങ്ങളും ഇതിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ സ്റ്റെപ്പിന് നീ താഴെ പോയിട്ട് വേണം ബാക്കിയുള്ള ഭാഗം കൂടി സ്റ്റോറേജാക്കി മാറ്റണം. പിന്നെ ഇത് നമുക്ക് ഇരിക്കുന്ന കോലത്തിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ സീറ്റ് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഇവിടെ ഒരു കുളത്തുണ്ട്. ഈ കുളത്ത് ജസ്റ്റ് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഇരിക്കാനുള്ള സെറ്റപ്പായി. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ തള്ളിയാൽ മതി. ഇവിടെ പിടിച്ച് തള്ളിയാലും കണ്ടോ, ഈ സാധനമാണ് കടന്ന് നീങ്ങണത്. നമ്മൾ 1 ഇഞ്ച് പൈപ്പും 3/4 ഇഞ്ച് പൈപ്പും കൂടെയാണ് സ്ലൈഡിങ് ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ 8 ആൾക്ക് നമുക്ക് ഇരുന്ന് യാത്ര, 8 സീറ്റാണ് വണ്ടി. 8 ആൾക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ എക്സ്ട്രാ ചെയ്തിട്ടുള്ള വർക്ക് ഇവിടെ ജസ്റ്റ് ചെറിയൊരു ബോക്സാണ്. പ്ലൈവുഡ് കൊണ്ടാണ് ചെറുതായിട്ട് അടിച്ചുണ്ടാക്കിയിട്ട് ഫോണ് കാര്യങ്ങളൊന്നും വെക്കാൻ നമുക്ക് ഇവിടെ കൈ വെച്ചിട്ട് സുഖമായിട്ട് വണ്ടി ഓടിച്ച് ഗിയറൊക്കെ മാറ്റിയിട്ട് അങ്ങനെ പോകാം. ഇനി വർക്ക് ഇനിയും ബാക്കിയുണ്ട്. നമ്മളെ വർക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം മാത്രമാണ് ഇതിന് യൂട്ടിലൈസ് ചെയ്യണത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഓരോ വണ്ടീൻ്റെ ഓരോ വർക്കുകൾ ചെയ്യണത്. ഈ പ്ലൈവുഡ് ചെയ്ത് ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ അവിടെയൊക്കെ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ബാക്കും കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. ഇത് ജസ്റ്റ് വാട്ടർ ബോട്ടിലൊക്കെ വെക്കാം, വെള്ളത്തിൻ്റെ ഇതും ചെറിയൊരു സ്പേസ്. ഇവിടെ ശരിക്കും ഗ്യാസ് സിലിണ്ടർ വരുന്ന ഭാഗമാണ്, LPG-യിലാണ് നമ്മൾ വണ്ടി ഓടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ചെറുതായിട്ട് കവർ ചെയ്തിട്ട്, ഈ ഭാഗം ചെറുതായിട്ട് കവർ ചെയ്തിട്ട് അവിടെ മസാലയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലൊരു സംഭവം ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പെയിൻറ്റ് അടിക്കാണ്ട് ബ്ലാക്ക് അടിക്കണം. ഇവിടെ നമുക്ക് ടൂൾസൊക്കെ വെക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പുണ്ട്. സ്റ്റെപ്പിന് സ്പാൻഡർ കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കാം. പിന്നെ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഈ സംഭവം ഇങ്ങനെ വെച്ചാണ്ട് ഒരു സ്റ്റോപ്പറുണ്ട്. ഇതിൻ്റെ സ്റ്റോപ്പർ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്ലൈവുഡിൻ്റെ പീസ് ഒക്കെ ഉടായ്പിലുള്ളൊരു പരിപാടിയാണ്. അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ സ്റ്റവ് ഇവിടെ വയ്ക്കാം. സിലിണ്ടർ താഴെ വെച്ചിട്ട് നമുക്ക് സ്റ്റവ് ഇവിടെ വെച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. സ്റ്റവ് ഇവിടെ വെച്ചിട്ട് നമുക്ക് പാചകം ചെയ്യാനെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ. ചെറിയ ഒരു തണലും കിട്ടും ഇവിടെ നമ്മുടെ ഡിക്കി പൊന്തിച്ച് വെച്ചാൽ. ഓക്കെ. അപ്പോൾ അത്രയാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി മുകളിലും കുറച്ച് വർക്കുകളുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യും. കേരിയർ മാറ്റിയിട്ട് അതിന് ടോപ്പിലൊരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അതുപോലെ സോളാർ കാര്യങ്ങളൊക്കെ വരാനുള്ള പ്ലാനിങ് ഉണ്ട്. ടൈം എടുത്താലും നമ്മൾ ചെയ്തിരിക്കും. ഫണ്ടിനനുസരിച്ചും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എല്ലാ വർക്കും ചെയ്യും. ഓക്കെ.